ഹലോ ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഇറങ്ങി. കാരണം തലേദിവസം അച്ഛന് ഓട്ടിക്കാൻ വയ്യ, ഡ്രൈവ് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഇറങ്ങിയത്. അപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സൈഡിലോട്ട് എത്തി, അതായത് ഒറ്റപ്പാലം സൈഡിലെത്തി. നല്ലൊരു വ്യൂ ആയിരുന്നു ഇത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് എടുത്തതാണ്. പിന്നെ നമ്മൾ നേരെ സ്വന്തം ഒറ്റപ്പാലത്ത് എത്തി. ഭാരതപ്പുഴ ഒറ്റപ്പാലം എന്ന് പറയുമ്പോൾ ഭാരതപ്പുഴയാണല്ലോ അതിൻ്റെ മെയിൻ. അപ്പോൾ ഇതാണ് ഭാരതപ്പുഴയുടെ അവിടുത്തെ പാലം. അതിനെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ കുറേ മെമ്മറീസ് ഉണ്ട്. അതായത് അമ്മയുടെ അമ്മായിയുടെ വീട് ഇവിടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പണ്ട് ഇതിൽ തോണിയിലൊക്കെ പോകുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഷൊർണൂരുള്ള നമ്മുടെ ഹാള് കാണാനാണ്. കാരണം ഞാൻ ഫോട്ടോസ് കണ്ടെങ്കിലും എനിക്കറിയില്ലല്ലോ, ഞാൻ നേരിട്ട് അവിടെ ഇതുവരെ പോയിട്ടില്ല. പിന്നെ പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെക്കറേഷൻ്റെ ആൾക്കാർ വരും. അതാണെങ്കിലും ഞാൻ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. അച്ഛൻ വഴി ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അന്ന് വരുന്ന വഴിക്ക് അത് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു. അപ്പം ഇതിൻ്റെ പേര് ഗസേബോ ഹെറിറ്റേജ് എന്നാണ്. പാലക്കാട് സൈഡിലുള്ളവർക്ക് അധികം അറിയണ്ടാവില്ലായിരിക്കും. അപ്പം ഞാനും ഈ ഒരു സ്ഥലമായിട്ട് ഒരു ബന്ധം എന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഒരു സ്ഥലം, ഈ സ്ഥലം, വേറൊരു സ്ഥലം. പക്ഷെ ആൾക്കാർ കൂടിയത് കൊണ്ട് നമുക്ക് അവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒരു മിനിമം ഒരു 100 ഒക്കെ അല്ലെങ്കിൽ മാക്സിമം 100 ആൾക്കാർ വെച്ചിട്ടേ നമുക്ക് മറ്റവിടെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതൊരു ഓപ്പൺ രീതിയിലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മഴയാണെങ്കിൽ നമുക്ക് പണി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് 2 റൂമൊക്കെ നമ്മളിവിടെ ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം വന്നിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പം നമ്മൾ മറ്റേത് ഓൾറെഡി ക്യാൻസൽ ചെയ്തുകൊണ്ട് പിന്നെ എനിക്ക് വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അച്ഛനോട് പറഞ്ഞു ഇത് മതി. കാരണം അച്ഛനും ഇത് റീസെൻ്റ്ലി ഒരു എൻഗേജ്മെൻറ്റിന് പോയിട്ട് അച്ഛനും ഉള്ളിൽ കയറി കണ്ടു. അപ്പോൾ അച്ഛനും വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ അച്ഛനോട് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഒരു എന്താ പറയുക, നിയോഗം എന്നാണോ പറയുക എനിക്കല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ ഈ വഴി എപ്പോഴും പോകുമ്പോൾ ഈ ഒരു സ്ഥലം കാണും. പക്ഷെ ഉള്ളിലോട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല ചെറുപ്പത്തിൽ. അപ്പം ഞാൻ അച്ഛനോട് പറയും എൻ്റെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇവിടെ പോകണം. കാരണം ഇത് ഇങ്ങനെ കല്യാണം നടത്തുന്നൊരു ഹാളാണെന്നോ അങ്ങനെ ഒന്നും നമുക്കറിയില്ല. അപ്പം എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ദിവസം പോകണം. അല്ലെങ്കിൽ കുറച്ചും കൂടെ വലുതായപ്പോൾ വീണ്ടും ഇതിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, ഇപ്പം എൻ്റെ കല്യാണം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഇവിടെ വെച്ച് നടത്തണം. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു മറ്റേത് ക്യാൻസൽ ചെയ്തപ്പം എന്താ ബെസ്റ്റ് ഓപ്ഷൻ ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, എൻ്റെ ഒരു പണ്ടത്തെ ഒരു ആഗ്രഹം നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്കിങ്ങനെ ഓഡിറ്റോറിയത്തിൽ നടത്തുന്നതിൽ വലിയ താല്പര്യമില്ല. കാരണം ഒരു ഭയങ്കര പ്ലെയിൻ അല്ലേ ഇതെന്ന് പറയുമ്പം. കുറച്ചും കൂടെ ആൾക്കാരൊക്കെ ഒരു എൻ്റർടൈൻ ചെയ്യും. അല്ലെങ്കിൽ നമുക്കാണെങ്കിലും ഫോട്ടോ ഒക്കെ എടുക്കാൻ പിന്നെ വേറെ സ്ഥലത്തേക്ക്, ഇപ്പം ഓഡിറ്റോറിയത്തിൽ കഴിയുന്നവരുടെയൊക്കെ നമ്മൾ ചിലപ്പം ഔട്ട്ഡോർ വേറെ സ്ഥലത്ത് പോയി ഫോട്ടോ ഷൂട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ അതൊന്നും വേണ്ടാതെ ഇവിടെ തന്നെ നമുക്ക് മാക്സിമം എല്ലാം യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. പിന്നെ കൂടുതൽ പാലക്കാട് സൈഡിലേക്ക് പോകാതെ കുറച്ചും കൂടെ ഒറ്റപ്പാലം, ഷൊർണൂർ അങ്ങനത്തെ ആ ഒരു ഏരിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെയായിരുന്നു ഇത് സെലക്ട് ചെയ്തത്. അപ്പം എൻ്റെ എൻഗേജ്മെൻറ്റ് കൂടാൻ പറ്റാത്തവർക്ക്, മീൻസ് ഇപ്പം ഈ വീഡിയോ എന്നെ അറിയാത്തവർ കാണുന്നവർക്കാണെങ്കിലും അല്ലാതെ എൻ്റെ ന്യൂസിലൻഡിലുള്ള ഫ്രണ്ട്സിനാണെങ്കിലും ഒക്കെ കാണാൻ വേണ്ടി, പിന്നെ ഇത് എൻ്റെ ഒരു ഓർമ്മയാണല്ലോ. അപ്പം പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ അപ്പം ജസ്റ്റ് ഇവിടെ ഷെയർ ചെയ്യുന്നു. പിന്നെ നമ്മുടെ അടുത്ത പ്ലാന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മയ്ക്കും മുത്തശ്ശനും ഞാൻ വന്നിട്ട് ഡ്രസ്സ് എടുത്തു കൊടുക്കും. കാരണം അവർക്ക് ഞാൻ എടുത്തു കൊടുത്ത ഏതായാലും അവർക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പം ഞാൻ തന്നെ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് നടന്നില്ല. പോയി നമ്മൾ ഒറ്റപ്പാലത്ത് തന്നെ ആണ് എടുത്തത്. ഒറ്റപ്പാലം നമുക്ക് ഇങ്ങനെ ഷോപ്പിങ്ങിനൊന്നും നമ്മൾ ഒറ്റപ്പാലത്തേക്ക് വരാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫെമിലിയർ അല്ല കടകളൊക്കെ എവിടെ എന്താണെന്നൊക്കെ. കുറേ നടന്നു. പിന്നെ കുറേ അച്ഛൻ വണ്ടിയിൽ വന്നു, കാറിൽ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഓട്ടോ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നേർക്കൊരു വണ്ടി വരുന്നത്. നമ്മുടെ സ്വന്തം ടുട്ടുമായിരുന്നു. ഇവൻ എൻ്റെ ഒരു അനിയനായിട്ട് വരും. അപ്പം നേരത്തെ കിങ്ങിണി ചേച്ചിയുടെ ഒരു കല്യാണ വീഡിയോ ഞാൻ കുട്ടുവരയുടെ ദക്ഷിണ ദിവസമുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിങ്ങിണി ചേച്ചിയുടെ അനിയനാണ്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഇവനെയാണ്. പിന്നെ ഞാൻ സാരി എടുക്കാൻ പോയി. അമ്മൂമ്മയ്ക്ക് കുറേ നോക്കി, പക്ഷെ അവസാനം എനിക്ക് ഇതാണ് ഇഷ്ടമായത്. ഇത് കണ്ടതും ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ മുത്തശ്ശൻ എപ്പോഴും മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുത്തശ്ശൻ ഒരു മെറ്റീരിയൽ എടുത്തു. പിന്നെ ഞാൻ നേന്ത്രപ്പഴമൊന്നും നമുക്ക് ന്യൂസിലാൻഡിൽ കിട്ടാത്തൊരു സാധനം, അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ ഏകദേശം വീടിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ കാണിക്കാമെന്ന് വിചാരിച്ചു.
ഭയങ്കര അലങ്കോലമായിട്ടാണ്. കാരണം ഇത്രയും യാത്രയായിരുന്നു. വന്നപ്പോൾ മുതൽ ഞാൻ ഇതുവരെ വീടെത്തിയിട്ടില്ല. അപ്പോൾ തലേദിവസം ഞാൻ എത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പ്ലാൻ എല്ലാം മാറിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം അമ്മൂമ്മയും മുത്തശ്ശനൊക്കെ പിന്നെ മാമയും അമ്മായും കണ്ണനൊക്കെ വന്നിട്ടുണ്ട് മസ്കറ്റിൽ നിന്ന്. അപ്പം അവർ പോയത് ഞാൻ ന്യൂസിലൻഡിൽ പോയ സമയത്താണ്. അപ്പം 2 കൊല്ലം ആവാറായി കണ്ടിട്ട്. അപ്പം എല്ലാത്തിൻ്റെയും പക്ഷേ എനിക്ക് അതേസമയം മുഖത്താണ് എനിക്ക് ടയേർഡ്നെസ് ഉള്ളത്. പക്ഷേ അല്ലാതെ എനിക്ക് വലിയ ജെറ്റ് ലാഗ് അങ്ങനത്തെ കുന്തങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് നമ്മുടെ അവിടുത്തെ ഹോസ്പിറ്റൽ. ഇവിടെ നമ്മൾ ആശുപത്രി എന്ന് പറയും. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് കിടക്കുകയാണ്. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അച്ഛൻ്റെ ഫോണിൽ. പക്ഷേ ഇതുവരെ ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ചിലപ്പോൾ ഞാൻ അതൊക്കെ ഇടാനുള്ള സാധ്യതയുണ്ട്. എനിക്കറിയില്ല എത്രമാത്രം അത് എന്താ പറയുക, നോക്കട്ടെ. ചിലതൊക്കെ ഇത്തവണ പോയപ്പോൾ എടുക്കാൻ പറ്റാത്ത കുറേ സംഭവങ്ങൾ കഴിഞ്ഞ തവണ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീടെത്തി. ഇതാണ് നമ്മുടെ അടയ്ക്കാപ്പുത്തൂരിലെ വീട്, ചെർപ്പളശ്ശേരിയിൽ. അപ്പം സമാധാനം ആണ് ഇവിടെ എന്നല്ല. പിന്നെ ഈ വീടെന്ന് പറയുമ്പോൾ എൻ്റെ കുറേ കലാവിരുദ്ധ അവിടെ താഴെ കിടക്കുന്നുണ്ട്. ഈ വീട് ഞാൻ ജനിച്ച് വളർന്ന വീടല്ല. ജനിച്ചിട്ട് കുറച്ച് നാൾ ഞാൻ ഇവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളും എല്ലാം ഒക്കെ പാലക്കാടായിരുന്നു, സായുജ്യയിലായിരുന്നു. അവിടെയാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഞാൻ +2 കഴിഞ്ഞ് കോളേജൊക്കെ ആയപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ ഇവിടെ വരുന്നത്. അല്ലാത്ത സമയത്ത് ഞാൻ എപ്പോഴും വെക്കേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു 3 ദിവസം ലീവൊക്കെ കിട്ടുമ്പോഴാണ് ഞാൻ വരാറുള്ളത്. അപ്പം ഇവിടുത്തെ കുറേ മെമ്മറീസ് എനിക്ക് ഉണ്ട്. കാരണം എന്താണെന്നറിയോ, ഈ വീട് ഞാൻ ജനിച്ചപ്പോൾ മുതൽ അല്ലെങ്കിൽ എങ്ങനെയാണോ അതേപോലെ ഒരു റിനോവേഷനും ചെയ്യാത്ത വീടാണ്. അതുകൊണ്ട് തന്നെ ഈ വാളിൽ ഇരിക്കുന്ന ഫോട്ടോസ് വരെ എനിക്ക് കുറേ മെമ്മറീസ് ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഗ്രില്ല് അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് ആ വീട്ടിൽ ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പം എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം പണ്ട് ഞാൻ വളർന്ന സമയത്ത് എങ്ങനെയാണോ ഈ വീടുള്ളത് അതേപോലെ തന്നെയാണ് ഈ വീടുള്ളത്. അപ്പം അമ്മൂമ്മ, മുത്തശ്ശൻ, മാമ, അവരൊക്കെ, അച്ഛൻ, എല്ലാവരും എന്താ പറയുക, എത്ര ആൾക്കാർ വരും, എൻഗേജ്മെൻറ്റ്, അങ്ങനെയൊക്കെ കണക്ക് കൂട്ടലെടുക്കുന്നൊരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. മാമ എന്ന് പറയുന്നത് അമ്മയുടെ അനിയനാണ്. പിന്നെ അമ്മായി, പിന്നെ കണ്ണനും. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം. പിന്നെ മുത്തശ്ശൻ്റെ ഫോട്ടോ എടുക്കുകയാണോ വീഡിയോ എടുക്കുകയാണോ ഒന്നും അറിയില്ല. അപ്പം മുത്തശ്ശൻ്റെ എപ്പോഴത്തെയും വേഷവിധാനം ഇതാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് എങ്ങനെയാണോ അതുപോലെ ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ മുത്തശ്ശനും അമ്മൂമ്മയൊക്കെ ഇവരിപ്പം വരുന്ന സമയത്ത്, ഇവർ ഇതുപോലെ മസ്കറ്റിൽ നിന്ന് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടെന്ന് പറയുന്നത് ഫോട്ടോ എടുക്കാനും സെൽഫിയൊക്കെ ഇങ്ങനെ ഞങ്ങൾ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അങ്ങനെയായി. പിന്നെ വൈകുന്നേരം ചായ കൂടിയായി. ചായയുടെ കൂടെ നമുക്ക് ചക്ക വറുത്തതായിരുന്നു. ചക്ക ചിപ്സ് നമ്മൾ പറയും. ഞാൻ വരുന്നവരെ ഞാനുണ്ട്, പിന്നെ മാമയൊക്കെ, അമ്മായിയും കണ്ണനൊക്കെ വരികയാണല്ലോ. നമുക്കതൊന്നും കിട്ടില്ലല്ലോ അധികം. അപ്പം അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ചായയുടെ കൂടെയൊക്കെ. ഞങ്ങളൊരു ചായ കൂടി നേരം എന്ന് പറയുന്നത് ഒരു 3:30 എപ്പോഴും ഇങ്ങനെയാണ്. പണ്ട് മുതൽ ഈ ഒരു സ്ഥലത്ത് വന്നിരുന്ന് എനിക്ക് ആ തിട്ടിലിരിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഞാൻ തിട്ടിലിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നതും. അപ്പോൾ അതാണ് സംഭവം. ഈ വീഡിയോയിൽ ഇവരൊക്കെ പെട്ടതുകൊണ്ട് ഇത് വീഡിയോ ഇടുമ്പം എനിക്ക് എന്തായാലും ചീത്ത കേൾക്കുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, എൻ്റെ ഒരു സന്തോഷമാണല്ലോ എനിക്ക്. ഈ വീഡിയോ അമ്മൂമ്മ എടുത്തു തരുന്നത്. പക്ഷെ അമ്മ എന്താ പറയുക, ഇപ്പം എനിക്ക് ചില സമയത്ത് തോന്നുന്നു അമ്മയെക്കാട്ടിലും നന്നായി ഫോട്ടോ എടുക്കുന്നതൊക്കെ അമ്മൂമ്മയാണ്. കാരണം അമ്മൂമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത അമ്മൂമ്മ അതുപോലെ ചെയ്യും. അപ്പം വേറെ ആരും ഇല്ലല്ലോ എടുത്തു തരാൻ. മീൻസ് ആ സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്മൂമ്മയുടെ മുത്തശ്ശനെയും കൂടെയുള്ള കുറച്ച് നേരം ഞാൻ അങ്ങനെ കുറേ അടി ഉണ്ടാക്കിയും വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. കഴിഞ്ഞതും ബാക്കിൽ എല്ലാവരും ചക്ക പറിക്കുന്ന ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അങ്ങനെ ചക്ക
പിന്നെ 7up എൻ്റെ എപ്പോഴത്തെയും ജീരക സോഡയാണ് പീടികയിൽ നിന്ന് വാങ്ങിക്കുന്നത്. പിന്നെ ഞങ്ങളിവിടെ എപ്പോഴും പീടിക എന്നൊക്കെ പറയും. അങ്ങനെ ഇവർ മൂന്നുപേരും കാറ് കഴുകലായി. പിന്നെ നമ്മുടെ ശംഭുവിനെ കാത്തിരുന്നു, പക്ഷെ ശംഭു വന്നില്ല, വേറൊരു മയിലായിരുന്നു. അങ്ങനെ മാങ്ങയും ചക്കയും ഒക്കെ ആയിട്ടുള്ള ആ ദിവസം അവിടെ അവസാനിച്ചു. നമ്മുടെ ശംഭു വന്നു.